നിങ്ങൾ വാരണാസിയിലെ ദേവ് ദിവാലി കാണാൻ പ്ലാൻ ആക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പാക്കരുത്. ദീപാവലി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ദേവ് ദിവാലി ആഘോഷിക്കുന്നത്. നവംബർ 5-നാണ് ദേവ് ദിവാലി. വാരണാസിയിലെ ഘാട്ടുകളിൽ മുഴുവൻ ദീപങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫയർ വർക്സും കൊണ്ട് വാരണാസി അന്നൊരു സ്വർഗമാക്കി തീർക്കും. കേരളത്തിൽ നിന്ന് നമുക്ക് ഈ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ ഒറ്റ ട്രെയിനേ ഉള്ളൂ. ട്രെയിൻ നമ്പർ 22669. എറണാകുളത്ത് നിന്ന് പാട്ന വരെ പോകുന്ന പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പക്ഷെ ഇതിന് ടിക്കറ്റ് എന്തായാലും കിട്ടില്ല. പക്ഷെ കണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ജനറൽ എങ്ങനെയും കയറാൻ നോക്കുക. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഞാൻ ടിക്കറ്റ് കിട്ടിയിട്ടും സ്ലീപ്പറിൽ പോയ അവസ്ഥയാണ്. അല്ലേലുള്ള ഒരു ഓപ്ഷൻ ഡൽഹിയിലേക്ക് ടിക്കറ്റ്സ് നോക്കുക ആൻഡ് അവിടുന്ന് വാരണാസിയിലേക്ക് ട്രെയിൻ ഓർ ബൈ റോഡ് കണക്ട് ചെയ്യാവുന്നതാണ്. ദേവ് ദിവാലി ടൈമിൽ വാരണാസി നോർമലി വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ ട്രിപ്പിൾ എക്സ്പെൻസ് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ബട്ട് ഞാൻ കഴിഞ്ഞ ഇയർ ദേവ് ദിവാലിക്ക് പോയപ്പോൾ നോർമൽ എക്സ്പെൻസ് തന്നെയാണ് എനിക്ക് വന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വേണ്ടത് നല്ലൊരു സ്റ്റേ ആണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ കിട്ടാൻ നല്ല പാടാണ്. സപ്പോസ് കിട്ടിയാലും അവർ ചോദിക്കുന്ന ഫണ്ട് കൊടുക്കേണ്ടി വരും. ആ ടൈമിൽ ബാർഗൈനിങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ എടുത്തില്ലെങ്കിൽ അടുത്ത ആളായ എമൗണ്ടിന് റൂം എടുക്കാൻ വില്ലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് വാരണാസിയിൽ റൂംസ് വേണേൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് സ്റ്റേസ് ഉണ്ട് വാരണാസിയിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ദേവ് ദിവാലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, വാരണാസിയിൽ എങ്ങനെ ചിലവ് ചുരുക്കാം എന്നുള്ള കുറേ ടിപ്സും ഐഡിയാസും ആയിട്ടാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എന്നെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ട്രാവൽ ടിപ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.